ആന്റി മൈക്രോബിയൽ ഗാർഡ് ഉള്ള ഒരു മൗസ്. നമ്മുടെ സ്മാർട്ട് ഫോണിലും കമ്പ്യൂട്ടർ കീബോർഡിലും മൗസിലും എല്ലാം ഉണ്ടാവുന്ന ബാക്ടീരിയകളുടെ അളവ് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. ഇത്തരം ബാക്ടീരിയകളുടെ വളർച്ച 99% തടയുന്ന അവകാശപ്പെട്ടുകൊണ്ട് ആസ്യൂസ് ഒരു മൗസ് ഇറക്കിയിരുന്നു. അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലോട്ടാപ്പിയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഫസ്റ്റ് യൂട്യൂബിൽ ലൈവിൽ വന്ന വിപിന് പേരുള്ള ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് ഈ മൗസിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യം അറിയുന്നത്. ഈ മൗസിന് 2 നിറത്തിലുള്ള ടോപ്പ് കവർ ഉണ്ട്, സിംഗിൾ കവർ ഉള്ളതും കിട്ടും. അതിന് പൈസയും കുറവാണ്. ഇത് മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്യുന്ന ഒരു കവറാണ്. റിമൂവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. നേരത്തെ സ്കീക്കിംഗ് സൗണ്ടോ റാറ്റ്ലിംഗ് സൗണ്ടോ ഒന്നും ഇല്ല കേട്ടാ. വെൽ ബിൽറ്റ് മൗസ് ആണ്. ലോജിടെക്കിന്റെ പെബിൾ മൗസ് ആയിട്ട് വളരെയധികം സാമ്യമുള്ള ഒരു മൗസ് ആണ്. മീഡിയം സൈസ് ആംബിഡെക്സ്ട്രസ് മൗസ് ആണ്. അതായത് ഇടംകൈ വലംകൈ വ്യത്യാസമില്ലാണ്ട് ഈ മൗസ് ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് കളർ ഓപ്ഷൻസിൽ ഇത് അവൈലബിൾ ആണ്. വളരെ സ്ലിം ആണ്. 56 ഗ്രാമാണ് ഇതിന്റെ ഭാരം. ഒരു സിംഗിൾ ഡബിൾ എ ബാറ്ററിയാണ് ഇതിനെ പവർ ചെയ്യുന്നത്. ആൽക്കലൈൻ ബാറ്ററി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ 2.4 GHz ഡോങ്കിൾ കാണാം. ഇത് USB A ടൈപ്പ് ആണ്. ഡ്യുവൽ കണക്ടിവിറ്റി ഉള്ള മൗസ് ആണ്. ബ്ലൂടൂത്ത് വഴിയും കണക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിട്ടും ടാബ്ലറ്റ് ഒക്കെ ആയിട്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതിനൊരു ക്യാരിയിങ് സ്ട്രാപ്പ് ഉണ്ട്. അത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ മൗസ് നമുക്ക് ഇങ്ങനെ വിരലിൽ തൂക്കിയിടാം. താഴെ ഇവിടെ ഓൺ ഓഫ് പെയറിംഗ് DPI സ്വിച്ചസ് ഉണ്ട്. 2.4 GHz ആണോ ബ്ലൂടൂത്ത് ആണോ എന്നുള്ളത് ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ സ്വിച്ചസിന് 10 മില്യൺ ക്ലിക്സ് ആണ് ഡ്യൂറബിലിറ്റി പറയുന്നത്. സൈലന്റ് ക്ലിക്സ് ആണ്. ആ സമയത്ത് എനിക്ക് വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു മൗസ് വേണമായിരുന്നു. അതാണ് ഞാനത് വാങ്ങാൻ കാരണം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സൈലന്റ് ക്ലിക്സും 2.4 GHz വയർലെസ്സും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഒരുമിച്ച് വരുന്ന ഒരു ലോജിടെക് മൗസ് ഇല്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്. സ്ക്രോൾ വീലിന് ചുറ്റും സിലിക്കൺ മെറ്റീരിയൽ ആണ്. നല്ല ഗ്രിപ്പ് ഉണ്ട്, ഫീഡ്ബാക്കും ഉണ്ട്, ക്ലിക്കബിൾ ആണ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഇതിന്റെ മൗസ് ഫീറ്റ് ആണ്. ഇത് PTFE ആണ്, അതായത് പോളി ടെട്രാ ഫ്ലൂറോഎത്തിലീൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല. പക്ഷെ ഇതിന്റെ ബ്രാൻഡ് നെയിം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, ടെഫ്ലോൺ. ഇത് ശരിക്കും ഗെയിമിംഗ് മൗസുകളിലാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഇതിന് തേയ്മാനം അതുപോലെ തന്നെ ഫ്രിക്ഷനും ഒക്കെ വളരെ കുറവായിരിക്കും. അത് തന്നെയല്ല, ഒരുപാട് കാലം വളരെ സ്മൂത്ത് ഗ്ലൈഡിംഗിൽ നല്ലപോലെ ഉപയോഗിക്കാനും സാധിക്കും. ഇതിപ്പോ ഓഫാണ്. 2.4 GHz ഇട്ട് കഴിഞ്ഞാൽ ഗ്രീൻ ലൈറ്റ് കാണാം. ഡോങ്കിൾ വഴി കണക്ട് ചെയ്യാം. ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ബ്ലൂടൂത്തിൽ വർക്ക് ചെയ്യാൻ. അപ്പൊ ബ്ലൂ ലൈറ്റ് ആവും. ചോപ്പ് ലൈറ്റ് കത്തി കഴിഞ്ഞാൽ ബാറ്ററി ലോ ആയി എന്നാണ് അർത്ഥം. ബ്ലൂടൂത്ത് വേർഷൻ 5.0 ആണ്. ഇത് പെയർ ബട്ടൺ ആണ്. ബ്ലൂടൂത്ത് മോഡിൽ ഇട്ടിട്ട് പെയർ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസിൽ റിക്വസ്റ്റ് വരും. ഏത് ഡിവൈസ് ആണോ കണക്ട് ചെയ്യേണ്ടത് അതിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കി വെക്കണം. ഇത് DPI കൺട്രോൾ ബട്ടൺ ആണ്. 800, 1000, 1600 അങ്ങനെ 3 ലെവലിൽ DPI സെറ്റ് ചെയ്യാം. മൗസ് പോയിന്റർ സ്പീഡ് അതിനനുസരിച്ച് കൂടും. വിസിബിൾ ലൈറ്റ് ഇവിടെ കാണില്ല. ഇത് ഇൻഫ്രാറെഡ് ആണ്. ട്രാക്കിംഗ് സൂപ്പർ ആണ്. ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ലെവൽ സിസ്റ്റത്തിൽ കാണാം. ബ്ലൂടൂത്ത് വഴിയാണെന്നുണ്ടെങ്കിൽ 5 മാസം, അതുപോലെ തന്നെ ഡോങ്കിൾ വഴിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 12 മാസം ബാറ്ററി നിൽക്കും. കോമ്പാറ്റബിലിറ്റിയുടെ കാര്യത്തിൽ ഇത് അടിപൊളിയാണ്. അതായത് വിൻഡോസ്, മാക്, ക്രോം OS, ലിനക്സ് ഇതിന്റെ കൂടെയൊക്കെ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യും. അതിൽ വിൻഡോസും മാക്കും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, നല്ല രീതിക്ക് വർക്ക് ചെയ്യാനുണ്ട്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആസ്യൂസിന്റെ മാഷ്മെല്ലോ കീബോർഡും യൂസ് ചെയ്യാം. നൈസ് ആയിരിക്കും, നൈസ് കോമ്പിനേഷൻ ആയിരിക്കും. നേരത്തെ ഒരു ആന്റി മൈക്രോബിയൽ കോട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ, ISO സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരു കോട്ടിംഗ് ആണെന്നാണ് പറയുന്നത്. 3 വർഷത്തേക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും പറയുന്നുണ്ട്. 99% ബാക്ടീരിയ ഗ്രോത്ത് ഇല്ലാതാക്കുന്നതാണ് പറയുന്നത്. എന്തായാലും വേറെ മൗസിലൊന്നും ഞാനത് കണ്ടിട്ടില്ല. ഇതൊരു നല്ല ഫീച്ചറാണ്. ഇനി പെർഫോമൻസിന്റെ കാര്യം, അതാണല്ലോ മുഖ്യം. ഒരു 3-4 മാസത്തോളം ഡെയിലി ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം ഞാൻ ഈ മൗസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ്. ഒരു ക്ലിക്ക് പോലും മിസ്സായിട്ടില്ല എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് സംഭവമാണ്. ലോങ് അവേഴ്സ് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഫ്ലാറ്റ് ഡിസൈൻ ആയതുകൊണ്ട് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നാറില്ല. സ്ക്രോൾ വീലിന് വീതിയും കുറച്ച് കുറവായതും ഒരു ചെറിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. ആക്യുറസി ഉണ്ട്. ഒരു സാധാരണ ഉപയോഗത്തിനാണെന്നുണ്ടെങ്കിൽ, അതായത് ബ്രൗസിംഗ്, ഡോക്യുമെന്റ് ഹാൻഡിൽ ചെയ്യാനായിട്ട്, ലൈറ്റ് ഡിസൈനിങ് വർക്കിനൊക്കെ ഇത് തന്നെ ധാരാളമാണ്. ഒരു 6 മണിക്കൂർക്ക് കൂടുതലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് അത്ര കംഫർട്ടബിൾ അല്ല. ഒരു എർഗണോമിക് ഡിസൈൻ അല്ലാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് ഗെയിമിങ്ങിന് പറ്റിയൊരു മൗസ് അല്ല. ഗെയിമിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് നല്ല വയേർഡ് ഗെയിമിംഗ് മൗസുകൾ വേറെ വാങ്ങാൻ കിട്ടും. ഇതൊരു പോർട്ടബിൾ മൗസ് എന്നുള്ള നിലയിലാണ് കൂടുതൽ നല്ലത്. സിംഗിൾ ടോപ്പ് കവർ വരുന്നതിന് 999 രൂപയും ഇതുപോലെ എക്സ്ട്രാ ടോപ്പ് കവർ വരുന്നതിന് 1499 രൂപയാണ് വില. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഇതിന്റെ പ്രൈസ് പല സമയത്തും വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതെനിക്കും വലിയൊരു സഹായമായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.